നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഒബ്ജക്റ്റ് ഫോളിങ് ത്രൂ എ വിസ്കസ് മീഡിയം. അതായത് നമ്മൾ നേരത്തെ ആ ടെർമിനൽ വെലോസിറ്റി ഡെഫിനിഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. അതായത് ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഫോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്. ഫസ്റ്റത്തെ ഫോഴ്സാണ് എന്താണ്, വെയിറ്റ് ഓഫ് ദി ബോഡി. പിന്നെ ഏതാണ്, ബോയൻ ഫോഴ്സ്. ഈ ബോയൻ ഫോഴ്സ് എന്താണ്, അപ്വേർഡാണ്. പിന്നെ അതുപോലെ വിസ്കസ് ഫോഴ്സ്. ഇത്രയും ഫോഴ്സാണ് ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ചാടുന്ന ബോഡിക്ക് ഉണ്ടാവുന്ന ഫോഴ്സ്. അതായത് ആ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് 1 മാർക്കൊക്കെ അതുപോലെ 2 മാർക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് സ്മോൾ ഡ്രോപ്സും ബബിൾസും ഒക്കെ എന്താണ് സ്പെറിക്കൽ ഷേപ്പ് ആവാൻ കാരണം എന്താണ്. അതിപ്പോൾ ചെറിയ വെള്ളത്തുള്ളി, ബബിൾസ്, ഇവരൊക്കെ എന്താ സ്പെറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ കാരണം ഈ ലിക്വിഡ് സർഫസിനൊരു ടെൻഡൻസി ഉണ്ടാവും അതിൻ്റെ സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിൻ്റെ സർഫസിൽ പരസ്പരം മോളിക്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക, അതായത് പരസ്പരം ബോണ്ട് ഉണ്ടാക്കി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക. അത് കാരണം ഉണ്ടാകുന്നൊരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർഫസ് ടെൻഷൻ കാരണം ലിക്വിഡിന് എന്ത് ടെൻഡൻസി ഉണ്ടാവും, അതിൻ്റെ സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഫോർ എ ഗിവൺ വോളിയം, ഈ തന്നിരിക്കുന്ന വോളിയത്തിൽ സ്ഫിയറിനാണെന്ത് ഏറ്റവും ചെറിയ സർഫസ് ഏരിയ ആണ്. സ്ഫിയറിനാണെന്ത് ഏറ്റവും മിനിമം സർഫസ് ഏരിയ. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്മോൾ ഡ്രോപ്സും ബബിൾസും ഒക്കെ എന്താവും സ്ഫെറിക്കൽ ഷേപ്പിലാണ് എക്സിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടേമാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താ പറയുന്നത് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ദ ലിക്വിഡ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്. അതായത് ഒരു സോളിഡും ലിക്വിഡും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ ലിക്വിഡിൻ്റെ കോണ്ടാക്ട് പോയിൻ്റ് ആയിട്ടൊരു ടാൻജൻറ്റ് വരയ്ക്കുന്ന ആ ഒരു ആംഗിളാണ് എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു സോളിഡ് സർഫസ്, ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിക്വിഡ് ഡ്രോപ്പ് വീണു. അപ്പോൾ ഇതിൻ്റെ ടാൻജൻ്റ് ആയിട്ടുണ്ടാക്കുന്ന ഈ ഉള്ളിലുണ്ടാക്കുന്ന ഈ ആംഗിളാണ് നമ്മൾ എന്ത് വിളിക്കുക, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് വിളിക്കുക. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. നെക്സ്റ്റ് നമുക്കുള്ളത് ഒരു ഡെറിവേഷനാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ്. അതായത് ഒരു സ്പെറിക്കൽ ഡ്രോപ്പിൻ്റെ ഉള്ളിലുണ്ടാവുന്ന എക്സസ് പ്രഷർ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഫിഗറിൽ പി ഐ എന്ന് കാണിച്ചിട്ടുള്ളതാണ് പ്രഷർ ഇൻസൈഡ്, അതുപോലെ ആർ എന്നുള്ളത് സ്പെറിക്കലിൻ്റെ റേഡിയസ്, ഡെൽറ്റ ആർ എന്ന് കാണിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടാവുന്ന 2 സർഫസ് ഉണ്ടല്ലോ, ഔട്ട് സൈഡുള്ള സർഫസുമായിട്ടുള്ള ചേഞ്ച് ഇൻ റേഡിയസ്. അതുപോലെ പി ഒ എന്ന് പറയുന്നത് പ്രഷർ ഔട്ട് സൈഡ്. ഇത്രയും ടേംസ് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേഷനിൽ കിടക്കാം. ഡെറിവേഷനിൽ നമുക്ക് വർക്ക് ഡൺ എന്ന് കാണുന്നുണ്ട്. വർക്ക് എന്താണ് വേണ്ടത്, വർക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ W is equal to excess pressure into area into ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കാം. എക്സസ് പ്രഷർ PI മൈനസ് P0, അതായത് ഉള്ളിലത്തെ പ്രഷറിൽ നിന്ന് പുറത്ത് പ്രഷർ ഉണ്ടാകുന്ന പ്രഷറാണെന്ത്, ബാക്കിയുള്ള എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ 4πr², അതാണ് സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ചെറിയ ചേഞ്ചിനെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്, ഡെൽറ്റ ആർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇങ്ങനെ ഒരു എക്സ്ട്രാ സർഫസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടാവില്ലേ, അതായത് ഒരു എക്സ്ട്രാ സർഫസ് എനർജിയും അവിടെ ഉണ്ടാവും. എക്സ്ട്രാ സർഫസ് എനർജി അവിടെ ഉണ്ടാവും. അപ്പോൾ ആ സർഫസ് എനർജീനെ നമ്മൾ എങ്ങനെ കാണുക, സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഇൻക്രീസ് ഇൻ സർഫസ്
ഏരിയ, അതായത് എസ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷന് നമ്മൾ എന്ത് വിളിച്ചു, എസ് എന്ന ലെറ്റർ റെപ്രസെൻ്റ് ചെയ്തു. ഇൻക്രീസ് ഇൻ ഏരിയ നമ്മൾ 4π അല്ല, നേരത്തെ സ്റ്റെപ്പിലൂടെ ഡെറിവേറ്റീവിടെ കാണുന്നുണ്ട്. അപ്പോൾ 8πr ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് വരും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എക്സ്ട്രാ സർഫസ് എനർജീനോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് ടേംസ് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. PI മൈനസ് P0 4πr സ്ക്വയർ ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു 8πr ഡെൽറ്റ 8πr ഡെൽറ്റ ആർ എന്നാണ്. സോറി, അവിടെ ഒരു എസ്സും കൂടെ ഉണ്ട്, നേരത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്ന എസ്സും കൂടെ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കുറേ ടേംസിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. കുറേ ടേംസ് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ ഡെൽറ്റ ആർ ഉണ്ട്, ഇവിടെ ഒരു ഡെൽറ്റ ആർ ഉണ്ട്. അതുപോലെ ഇവിടെ R² ആണ്, ഇവിടെ ഒരു ആറാണ്, ഇവിടെ പൈ ഉണ്ട്, ഇവിടെയും പൈ ഉണ്ട്, ഇവിടെ 4 ആണ്. അപ്പോൾ ബാക്കി ഇവിടെ നിന്നുണ്ടാവുക 2 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ PI മൈനസ് P0/R, ഇവിടെ PI മൈനസ് P0 ഇൻറ്റു R ഇസ് ഈക്വൽ ടു 2S എന്നത്. PI മൈനസ് P0 ഇസ് ഈക്വൽ ടു R ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു S എന്നത്, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സ്പെഷ്യൽ PI മൈനസ് P0 ഈസ് ഈക്വൽ ടു 2S ഡിവൈഡഡ് ബൈ R എന്ന് വരും. PI മൈനസ് P0 ഈസ് ഈക്വൽ ടു 2S ഡിവൈഡഡ് ബൈ R എന്ന് വരും. ഇനിയിപ്പോൾ ബബിളിന് എന്തുണ്ട്, ബബിളിന് 2 സർഫസ് ഉണ്ട് വിചാരിച്ചു. ബബിളിന് എന്തുണ്ട്, 2 സർഫസ് ഉണ്ടെങ്കിൽ PI മൈനസ് P0 എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2S/R, അതായത് എന്ത് വരും, 4S/R എന്ന് വരും. 4S/R എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളതാണ് കാപ്പിലറി റൈസ്. അതായത് കാപ്പിലറി റൈസ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ റൈസസ് അപ്പ് ഇൻ എ കാപ്പിലറി ട്യൂബ് liquid in liquid. Of gravity. അതായത് വാട്ടർ റൈസസ് അപ്പ് ഇൻ എ കാപ്പിലറി ട്യൂബ് ഡിപ്ഡ് ഇൻ ലിക്വിഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റിയെ മറികടന്ന്, സപ്പോസ് ഇതാണെന്ത് നമ്മൾ എടുത്തിരിക്കുന്ന ആ സൊല്യൂഷനുള്ള മീഡിയം എന്ന് പറയുന്നത്, നമ്മളെന്ത് ചെയ്തു, ഇതിലോട്ടൊരു ട്യൂബ് ഡിപ്പ് ചെയ്തു. ഒരു ട്യൂബ് ഡിപ്പ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലുള്ള വെള്ളം ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് നിറഞ്ഞ് ഇങ്ങനെ ഇതിൽ നിൽക്കും. അപ്പോൾ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കാപ്പിലറി റൈസ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സർഫസ് ടെൻഷനാണ് കാപ്പിലറി റൈസിന് പിറകിലുള്ള ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുള്ളതാണ് കാപ്പിലറി റൈസിൻ്റെ ഫിഗർ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കാപ്പിലറി റൈസ് ചെയ്യുന്ന ഹൈറ്റ് എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഈ റൈസ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഒരു ട്യൂബാണ്. ഈ ട്യൂബിലൂടെ റൈസ് ചെയ്ത് വരുന്ന വെള്ളമാണ് ഇവിടെ ഈ ഡോട്ട് ലൈൻ ഇട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത് അതിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് വെച്ചിട്ടാണ് അവിടെ ഒരു പോയിൻ്റ് വരച്ചിട്ടുള്ളത്. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനെ എയും ഹൈപ്പോട്ടന്യൂസിനെ ആർ എന്ന് വിളിച്ചു. അവിടുത്തെ പ്രഷർ ഉള്ളിലെ പ്രഷർ ആയതുകൊണ്ട് PI എന്ന് വിളിച്ചു. PO എന്നുള്ളത് പുറത്ത് പ്രഷർ ആണെന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ ഈ വെള്ളം ഈ ബീക്കറിൽ നിന്ന്
ഈ ട്യൂബിലൂടെ എത്രയും ഹൈറ്റ് മുകളിലോട്ട് പൊന്തി വന്നു. അപ്പോൾ ആ ഹൈറ്റ് നമ്മൾ എന്ത് വിളിച്ചു? എച്ച് എന്ന് വിളിച്ചു. ഇനി നമുക്കറിയാം പി ഐ മൈനസ് പി 0 എന്ന് പറയുന്നത് 2s/r ആണ്. നമ്മൾ നേരത്തെ എക്സസ് പ്രഷറിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഫിഗറിൽ നോക്കുമ്പോൾ കാണാം, ഈ ട്രയാങ്കിളിൻ്റെ ഫിഗർ നോക്കുക. നമുക്കറിയാം cos θ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ആ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. അപ്പോൾ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ 6, അതായത് cos θ ഈസ് ഈക്വൽ ടു a/r എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ ആറിനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അതുപോലെ cos θ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ r ഈസ് ഈക്വൽ ടു a/cos θ എന്ന് കിട്ടും. r ഈസ് ഈക്വൽ ടു a/cos θ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഈ ഇക്വേഷനിൽ ആറിന് പകരം നമ്മൾ a/cos θ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ പി ഐ മൈനസ് പി നോട്ട് ഈസ് ഈക്വൽ ടു 2s/a/cos θ എന്ന് വരും. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ പി ഐ മൈനസ് പി 0 ഈസ് ഈക്വൽ ടു 2s cos θ ബൈ u എന്ന് വരും. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ 2 വരുമ്പോൾ നമുക്കറിയാം പി ഐ മൈനസ് പി 0 എന്നുള്ളത് എന്താണ്? h(ρg) ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 1ഉം 2ഉം എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പിൽ ഇക്വേറ്റിംഗ് 1 ആൻഡ് 2, 1നെയും 2നെയും ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? h(ρg) ഈസ് ഈക്വൽ ടു 2s cos θ ബൈ എ എന്ന് വന്നു. 2s cos θ ബൈ എ എന്ന് വന്നു. നമുക്ക് ഹൈറ്റാണ് കാണുന്നത്. അപ്പോൾ എച്ച് ടേമിനെ എന്ത് ചെയ്തു? നമ്മൾ LHS നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ടേമിനെയും നമ്മൾ RHSലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ഇക്വേഷൻ h ഈസ് ഈക്വൽ ടു 2s cos θ ബൈ a/ρy. അപ്പോൾ ഈ ചാപ്റ്റർ a/ρy അല്ല, a/ρg എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇതിലിനി ചെറിയ 2-3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് ഞാൻ നോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ നോക്കിയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അടിച്ചാൽ മതി.